പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം തുടരുന്നു. ജോർദാനിലെത്തി മോദി രാത്രിയോടെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി ചർച്ച നടത്തി. ഹുസൈനിയ പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ, ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. 37 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാൻ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 75 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഇന്ത്യയിലെയും ജോർദാനിലെയും വ്യവസായികളുടെ യോഗത്തിന് ശേഷം മോദി എത്യോപ്യയിലേക്ക് തിരിക്കും. ത്രിരാഷ്ട്ര സന്ദർശനമാണ്. ഇപ്പോൾ ജോർദാനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. ഇന്നലെ രാത്രിയോടെയാണ് അവിടെ എത്തിയത്, ജോർദാനിലെത്തിയത്. അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി ചർച്ച നടത്തി. ഹുസൈനിയ പാലസിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. പ്രധാനമായും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളൊക്കെയാണ് വിലയിരുത്തിയത്. ജോർദാൻ, നമുക്കറിയാം, ജോർദാൻ എന്ന് പറയുന്നത് ഒരു ഈ ഇസ്രായേലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പണ്ട് പടതീർത്ത ഒരു രാജ്യമായിരുന്നു, ഒരു അറബ് രാജ്യമാണ്. അപ്പോൾ ഈ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ചില രാജ്യങ്ങളിൽ ഒന്നാണ്, ഇസ്രായേലിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഇസ്രായേലിന് വെല്ലുവിളിയാകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജോർദാൻ. ഇപ്പോൾ നിലവിൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇസ്രായേലുമായി സ്ട്രോങ് ആണ്, ശക്തമാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തുന്നുണ്ട്. ജോർദാനിലും ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളുടെ ഒരു സാന്നിധ്യം കുറേ കാലമായി ഉണ്ട്, ഈ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെയുണ്ട്. ഇതോടൊപ്പം ഈ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യങ്ങളുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് വിലയിരുത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങളും അതോടൊപ്പം വിലയിരുത്തി. പ്രാദേശിക വിഷയങ്ങളും സംസാരിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഭീകരവാദത്തിനെതിരെയുള്ള ആ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത്. മനസ്സിലാക്കുക, 37 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ജോർദാൻ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നതും കൂടി ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെയും ജോർദാനിലെയും വ്യവസായികളുടെ ഒരു യോഗമുണ്ട്. ഇതിനെ സംബന്ധിച്ച് വ്യവസായം വളർത്തുക എന്നുള്ള ലക്ഷ്യമൊക്കെയുണ്ട്. ഉഭയകക്ഷി ബന്ധങ്ങൾ അത്തരത്തിൽ വളർത്താനുള്ള ഒരു നീക്കം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോർദാനിലെ വ്യവസായികളെയൊക്കെ കണ്ട് ഒരു യോഗം, ആ ഒരു യോഗത്തിലൊക്കെ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലെ വ്യവസായികളും ഒക്കെ തന്നെയുണ്ട്. ആ യോഗത്തിന് ശേഷമാകും മോദി ജോർദാനിൽ നിന്നും തിരിക്കുക. മോദി അവിടെ നിന്ന് പിന്നീട്, ആദ്യത്തെ രാജ്യം ജോർദാനായിരുന്നു, പിന്നീട് എത്യോപ്യയിലേക്ക് പോകും, അവിടുന്ന് പിന്നീട് ഒമാനിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പട്ടികയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമൊക്കെ വന്നേക്കാം. എന്തായാലും 3 രാജ്യങ്ങൾ സന്ദർശിക്കും. അതിലൊന്ന് ജോർദാൻ, ഒന്ന് എത്യോപ്യ, പിന്നെ ഒമാൻ സന്ദർശിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.